ഹലോ ഹലോ. ഇത് കേൾക്കുമ്പോൾ എനിക്ക് വട്ടാണെന്ന് തോന്നണ്ട. ഇത് ഇവിടുത്തെ കാർണിവലിന് പോകുമ്പോൾ നമ്മൾ ഉച്ചത്തിൽ പറയേണ്ട ഒരു വാക്കാണ് ഹലോ എന്നുള്ളത്. അപ്പോൾ റോസൻ മൊൺടാഗിൻ്റെ ഭാഗമായിട്ട് കാർണിവലിൻ്റെ ഡേയ്സ് ആയിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങൾ. അപ്പോൾ നമ്മുടെ എവ്ലിൻ പഠിക്കുന്ന കീറ്റയിലും, അതായത് കിൻഡർ ഗാർഡനിലും ഇതുപോലെ കാർണിവലിന് വേണ്ടിയിട്ട് ഡ്രസ്സ്, വെറൈറ്റി ഡ്രസ്സുകൾ ക്ലൈഡുങ് ധരിച്ച് നമ്മൾ പോകണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കാർണിവലിൻ്റെ ഡേയ്സ് ആഘോഷിക്കാനായിട്ട് കീറ്റയിലേക്ക് പോവുകയാണ്. ഇപ്പം ഇതുപോലെയുള്ള ഡ്രസ്സിങ്ങും അതുപോലെ മേക്കപ്പൊക്കെ ചെയ്തിട്ടാണ് എവ്ലിൻ അന്ന് കീറ്റയിലേക്ക് പോകാനായിട്ട് ഇടയായത്. അങ്ങനെ ഞങ്ങൾ കിൻഡർ ഗാർഡനിലെത്തി. കിൻഡർ ഗാർഡനിലും ഒരുപാട് പിള്ളേർ, അതായത് ഇവിടെയുള്ള കുട്ടികളെല്ലാവരും വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ധരിച്ചിട്ടായിരുന്നു അന്ന് വന്നിട്ടുണ്ടായിരുന്നത്. 2-3 ദിവസം ഉണ്ടാവും ഈ ഒരു ആഘോഷം. 27-ാം തീയതി മുതൽ 3-ാം തീയതി വരെ ആയിരുന്നു ഈ ഒരു ആഘോഷം ഇവിടെ അറിയിച്ചിരുന്നത്. നമുക്ക് റോസൻ മൊൺടാഗ് 3-ാം തീയതി ആയിരുന്നു വന്നിരുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലെല്ലാം വിഭൂതി തിങ്കളാഴ്ച ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കൾച്ചർ ഇവിടെ വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് ഇവർ ആഘോഷിക്കുന്നത്. അങ്ങനെ ഇതാണ് കിൻഡർ ഗാർഡൻ്റെ ഇൻസൈഡ് നമുക്ക് കാണാനായിട്ട് പറ്റുന്ന ഭാഗങ്ങൾ. ഇവിടെ ശരിക്കും വീഡിയോ അലൗഡ് അല്ല, അതുകൊണ്ട് ഞാൻ അധികം വീഡിയോ എടുക്കുന്നില്ല. കിൻഡർ ഗാർഡനിലെ മറ്റുള്ള കുട്ടികളെ വീഡിയോ എടുക്കാനായിട്ട് പ്രൈവസി ഇഷ്യൂ ഉള്ള കാരണം കൊണ്ട് നമ്മളത് ചെയ്യുന്നില്ല. സോ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നല്ല സൂപ്പറായിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ഞാൻ നാട്ടിലായാലും നമ്മൾ എടുക്കാറുണ്ട്. അപ്പോൾ അത് ഇവിടെയും നമ്മൾ റിക്വസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ എവ്ലിൻ്റെ ഫോട്ടോയും വീഡിയോസൊക്കെ നമ്മളിവിടെ വെച്ച് നമ്മൾ ക്യാപ്ചർ ചെയ്തിരുന്നു. സെക്കൻഡ് ഡേ നമ്മൾ ഒരു കാറ്റായിട്ടും അതുപോലെ തന്നെ ഡ്രസ്സിങ്ങിൽ നമുക്ക് ഇതുപോലെയുള്ളൊരു ഡ്രസ്സുമായിട്ടാണ് പോയത്. പിന്നീട് ഞങ്ങൾ ബാത്ത് ക്രോസ്നയിൽ പോയിട്ടുള്ള മെയിൻ കാർണിവലിൻ്റെ പരേഡിൻ്റെ ഒരു വീഡിയോ നമ്മുടെ നെക്സ്റ്റ് ഒരു വ്ളോഗിലൂടെ നമുക്ക് കാണാം. സോ ടിൽ ദെൻ ബൈ ഫ്രം ട്രാവൽ ഓൺ റോഡ്സ്. ചൂസ്.